ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ ഒന്നിച്ചുകൂടാൻ അറബ് രാജ്യങ്ങൾ. ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി തിങ്കളാഴ്ച ചേരുകയാണ്. ഇസ്രായേലിന് ഏതു തരത്തിൽ മറുപടി നൽകണം എന്നതും ഉച്ചകോടി ചർച്ചയാകും. അതിനിടെ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന വാഗ്ദാനം നിറവേറ്റും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. MG മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ആക്രമണത്തെ അപലപിച്ച പശ്ചാത്തലമുണ്ട്. അതിനപ്പുറത്ത് ഈ ആക്രമണം ഒരു തരം കടന്നുകയറ്റം ആണ് എന്ന വിലയിരുത്തൽ അറബ് രാജ്യങ്ങൾക്കുണ്ട്. അതിന് മറുപടി നൽകണമെന്ന അഭിപ്രായവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടി എത്രത്തോളം പ്രധാനപ്പെട്ടതും നിർണായകവുമായി മാറും? അഭിലാഷ്, കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഏകദേശം 7ഓളം രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നാണ് ഇവർ ആരോപിക്കുകയും ചെയ്തത്. ഇത്തരത്തിലൊരു കടന്നുകയറ്റം അറബ് മേഖലയിലേക്ക്, അറബ് രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് പ്രത്യേകിച്ച് ഖത്തറിലെ ദോഹയിൽ ആക്രമണം നടത്താനുള്ള ഒരു ശ്രമം, അത് ഈ ഒരു ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു നേതാക്കൾ, ഹമാസിന്റെ നേതാക്കളുമായി ചർച്ച നടത്താനിരുന്നത്. അവിടേക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത് എന്നുള്ളതാണ്. അത് അമേരിക്ക കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വെടിനിർത്തൽ കരാറിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഈ ഒരു സമാധാന ചർച്ച നടക്കാനിരുന്നത്. അവിടേക്കാണ് ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരൊത്തുകൂടിക്കൊണ്ട് ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഞായറാഴ്ചയും ഒപ്പം തന്നെ തിങ്കളാഴ്ചയുമാണ് ഇങ്ങനെ അറബ് രാജ്യങ്ങളെല്ലാം കൂടി യോഗം ചേരുന്നത്. തിങ്കളാഴ്ചയാണ് ഉച്ചകോടി ഉള്ളത്. അതിനു മുന്നോടിയായി ഞായറാഴ്ച ഈ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇനി ഈ സമാധാന ചർച്ചകൾക്ക് തങ്ങൾ മധ്യസ്ഥ വഹിക്കണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്നൊരു വ്യക്തമായ തീരുമാനം ഖത്തറും കൈക്കൊള്ളുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, അമേരിക്കയ്ക്കെതിരെ എങ്ങനെയായിരിക്കും ഇനി ഖത്തർ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അമേരിക്കയുമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി നല്ല ബന്ധം വെച്ചു പുലർത്തി മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഖത്തർ. അത്തരത്തിൽ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ഈ വിവരം അറിഞ്ഞിട്ട് പോലും, മുൻകൂട്ടി അറിഞ്ഞിട്ട് പോലും അത് ഖത്തറിനെ അറിയിച്ചില്ല എന്നുള്ളൊരു വിമർശനം സ്വാഭാവികമായും ഉയരുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനി ഈ രാജ്യത്തെ, അതായത് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണങ്ങൾ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ഭയം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഒരു രക്ഷാകവചം എന്ന രീതിയിലാണ് അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ ബന്ധം ഇവർ സ്ഥാപിക്കുകയും ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നിട്ട് പോലും ഇങ്ങനെ ഒരു ആക്രമണം നടന്നപ്പോൾ ഇനി എന്തിന് ആ ബന്ധം കാത്തു സൂക്ഷിക്കണം എന്നുള്ള ചോദ്യവും ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ഈ ഒരു ലോകരാജ്യങ്ങൾ അപലപിച്ച് രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ UN രക്ഷാസമിതിയിൽ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കില്ല, അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന രീതിയിൽ, അതിനുവേണ്ടി ജനങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇന്നലെ നടന്ന വെസ്റ്റ് ബാങ്കിൽ, അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു വാഗ്ദാനം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്ത്. മറ്റൊന്ന്, ഖത്തറിന് മറ്റൊരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ നൽകുന്നുണ്ട്. അതായത് ഹമാസ് നേതാക്കളെ അല്ലെങ്കിൽ ഹമാസിന്റെ ആളുകളെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കണം, അല്ല എങ്കിൽ ഇതിലും വലിയ ശക്തമായ തിരിച്ചടി നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്നുള്ള രീതിയിലുള്ള ചില മുന്നറിയിപ്പുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഒരു തരത്തിലും സമാധാന ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിലേക്കോ എത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് പോയാൽ കഴിഞ്ഞ 2 വർഷത്തോളമായി നടക്കുന്ന ഈ ഒരു രക്തച്ചൊരിച്ചിൽ, ഗാസയിൽ എന്താണോ അവർ ഉദ്ദേശിച്ചത് അത് നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സമയം കൂടുതൽ ഈ വെടിനിർത്തൽ കരാറിലേക്കുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നില്ല എങ്കിൽ ഗാസ പൂർണ്ണമായും സ്വന്തമാക്കാൻ അല്ലെങ്കിൽ പിടിച്ചടക്കാൻ കൂടുതൽ സമയം ലഭ്യമാവുകയും ചെയ്യും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ഖത്തർ എന്ത് നിലപാട് സ്വീകരിക്കും, ഒപ്പം തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാടായിരിക്കും അതാണ് ലോകരാഷ്ട്രങ്ങളടക്കം ഉറ്റുനോക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിലിപ്പോൾ ഈ ഖത്തർ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, അൽത്താനിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം തന്നെ ഇസ്രായേലിന് മറുപടി നൽകേണ്ടതുണ്ട്. അതിന് പ്രാദേശികമായി വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കും. അങ്ങനെ അയൽ രാജ്യങ്ങളുമായി അടക്കം ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ
എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നിലവിലെ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിത് എന്ന് പറയുന്ന സാഹചര്യവും വിലയിരുത്തുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് ഒരു മറുപടി അനിവാര്യമാണ്. അങ്ങനെ ഒരു മറുപടി നൽകാതെ പോകുക എന്നത് അസാധ്യമാണ്. അങ്ങനെയുള്ള ഒരു സാധ്യതയിലേക്ക് ഈ ഉച്ചകോടി എത്തും എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? ഒരു മറുപടി അനിവാര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് അറബ് രാജ്യങ്ങൾ എക്കാലത്തും പറയുന്നതാണ്. ഇസ്രയേലിന്റെ ഗാസ അധിനിവേശം മുതൽ തന്നെ പറയുന്നതാണ് ഇസ്രയേലിന്റെ തക്കതായ മറുപടി കൊടുക്കണം. ഇതാ ഇപ്പോൾ ഒരു അറബി ഇസ്ലാമിക രാജ്യം, പ്രത്യേകിച്ച് ഒരു GCC രാജ്യം ആക്രമിക്കപ്പെടുകയാണ്. ആ രാജ്യത്തെ അല്ല ആക്രമിച്ചത്, അവിടെ താവളമുറപ്പിച്ച ഹമാസിനെയാണ് ആക്രമിച്ചത് എന്ന് പറയുമ്പോഴും ഇവിടെ ബോംബ് വർഷം സംഭവിച്ചിരിക്കുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ്. അങ്ങനെയെങ്കിൽ മറുപടി കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ മറുപടിയുടെ നേച്ചർ ഓഫ് ദ റെസ്പോൺസ് അത് ആലോചിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സൈനികമായ മറുപടി കൊടുക്കണം എങ്കിൽ അതിന് അമേരിക്കയുടെ ഒരു ഒത്താശ കൂടി ആവശ്യമുണ്ട്. കാരണം അമേരിക്കയാണ് മിക്ക GCC രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി പാർട്ട്ണർ. അപ്പോൾ അമേരിക്കയുടെ ഒരു സമ്മതമില്ലാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ അറിവില്ലാതെ എങ്ങനെയാണ് ഏകപക്ഷീയമായി ഖത്തറോടൊപ്പം നിൽക്കുന്ന അറബി ഇസ്ലാമിക് രാജ്യങ്ങൾക്കോ ഇസ്രയേലിന് മറുപടി കൊടുക്കുക? അതുകൊണ്ട് ഒരു സൈനികമായ മറുപടി എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമായ ഒന്നാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഉള്ളത് ഒരു ഇക്കണോമിക് ഒരു മറുപടിയാണ്. അവിടെയും ഇസ്രായേലിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ, അറബി ലോകവുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, ഒരു പരിധിവരെ സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അബ്രഹാമിക കരാറുകളിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ 4 അറബി രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ അബ്രഹാമിക് അക്കോർഡ് അത് സൈൻ ചെയ്യുകയാണ്. ഇനി എന്താണ് ഇബ്രഹാമിക് അബ്രഹാമിക കരാറുകളുടെ ഭാവി? അറബി ലോകം ജൂതരാഷ്ട്രവുമായി സന്ധി ചെയ്യുന്നു എന്ന പ്രതീതി ഇനി അപകടകരമാണ് എന്ന് അറബ് ലീഗിനുള്ളിൽ തന്നെ വലിയ ഒരു ചിന്ത ഉണ്ട്. ആ ചിന്തയൊക്കെ അനൗപചാരികമായിട്ടെങ്കിലും ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അറബ് ലീഗ് സമ്മേളനം വെച്ചിരിക്കുന്നത് ദോഹയുടെ തലസ്ഥാനമായ ഖത്തറിൽ വെച്ചാണ്. അതുകൊണ്ട് ദോഹ പ്രധാനമന്ത്രി അൽത്താനി ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഒരു ബ്രിങ്ക്മാൻഷിപ്പിന്റെ നിലപാടാണ്. ഈ ആഞ്ഞടിക്കുക എന്നത്, ഇപ്പോൾ ഖത്തറിനെ വലിയൊരു പ്രസ്താവന സാഹിത്യത്തിലൂടെ ഇസ്രയേലിനെ തളച്ചിടാം എന്നത് ഒരു വശം. അത് വെറും പ്രസ്താവനകൾ മാത്രമാണ്. ഈ പ്രസ്താവനകളൊക്കെ ഇസ്രയേൽ ഏറെ കണ്ടതാണ്. അറബി ലോകത്തിന്റെ പ്രസ്താവനകൾ എപ്പോഴും വരുന്നു. ഇസ്രയേൽ നടത്തുന്ന ഏതാണ്ട് എല്ലാ ആക്രമണങ്ങളെയും അറബി ലോകം കാലാകാലങ്ങളിൽ വിമർശിച്ചു പോന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അറബി ലോകം എപ്പോഴും പ്രമേയങ്ങൾ കൊണ്ടുവരുന്നു. സെക്യൂരിറ്റി കൗൺസിൽ എത്തുമ്പോൾ ആ പ്രമേയങ്ങൾ ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആരെങ്കിലും ഫ്രാൻസോ ബ്രിട്ടനോ വീറ്റോ ചെയ്യുന്ന ഒരു പതിവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. അറബി പക്ഷത്താണ് അല്ലെങ്കിൽ GCC രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ യഥാർത്ഥ മധ്യേഷ്യയിലെ പശ്ചിമേഷ്യയിലെ പങ്കാളി ഇസ്രയേൽ തന്നെയാണ്. ഇസ്രയേലിനെ ബെയിലൗട്ട് ചെയ്യാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏതറ്റം വരെ പോയി വേണമെങ്കിലും അമേരിക്ക പ്രവർത്തിക്കും. വേൾഡ് ഒപ്പീനിയൻ മൊബിലൈസ് ചെയ്യുന്നതിന് അമേരിക്കയുടെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് മറുപടിയുടെ രൂപം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്.